ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ സിറ്റി മുഴുവനും ഒന്ന് തപ്പ്. അവനെ കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്ക്. അതുപോലെ അവളെയും ഒന്ന് നോക്ക്. ഹലോ അർജുൻ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറയാം. അല്ല, ആ കൂടെ ഉള്ളതാരാ? ആ, ഒന്ന് ഇറങ്ങാൻ പറയൂ, ഞാനൊന്ന് കാണട്ടെ. ഇത് ഐശ്വര്യലക്ഷ്മിയല്ലേ? അർജുൻ പ്രണയിച്ച് കല്യാണ നിശ്ചയം വരെ എത്തി ഒടുവില് മുടങ്ങിപ്പോയ ആ പെണ്ണ്. അല്ല, നീ ഇവളെയും കൊണ്ട് എങ്ങോട്ടാ? അതും ഈ പാതിരാത്രിയില്? നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല. അങ്ങനങ്ങ് പോകാൻ പറ്റൂ അർജുൻ? ഐശ്വര്യ, കേറ്. ഇനി അർജുനും ഐശ്വര്യലക്ഷ്മിയും പോണമെങ്കിൽ ഈ ദർശന തീരുമാനിക്കണം. അർജുൻ സാറിന് മാത്രമല്ലമ്മേ, ചേച്ചിയും കാണാനില്ലെന്നാ ഡ്രൈവർ മഹി പറഞ്ഞേ. എന്തായാലും രമ മാഡത്തിന്റെ വാക്ക് ധിക്കരിച്ച് അർജുൻ സാർ ഒന്നും ചെയ്യില്ലെന്ന് ഉറപ്പാ. അപ്പൊ പിന്നെ ചേച്ചി ഇതെങ്ങോട്ടാ പോയത്? വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല. ഇത്രയൊക്കെ സംഭവിച്ചല്ലേ? ഇനി നാണക്കേട് കൊണ്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാന്ന് കരുതിയതാണോന്നും അറിയില്ല. അമ്മ ടെൻഷൻ ആവണ്ട. അങ്ങനെ ആപത്തിലൊന്നും പോയി ചാടുന്നവളല്ല ചേച്ചി. എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാവും മാറി നിൽക്കുന്നത്. നാളെ മഹിയോട് ചോദിച്ചു നോക്കാം എന്താ സംഭവിച്ചെന്ന്. അപ്പൊ സത്യം അറിയാലോ. നീ ഇപ്പൊ എവിടെയാ? കുറച്ച് ദൂരെയാ. എന്താ ചേച്ചി? ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ചേച്ചി സിദ്ധനെ കാണാൻ ഇടയ്ക്ക് പോയിരുന്നോ? ആ, പോയിരുന്നു. സിദ്ധൻ പറഞ്ഞ പ്രകാരമാണല്ലോ പുലിപ്പാറ ക്ഷേത്രത്തിൽ പോയതും പൂജ ചെയ്തതും. അല്ല, അത് നീ എങ്ങനെ അറിഞ്ഞു? എന്നെ വാച്ച് ചെയ്യാൻ ചേച്ചി ആളെ വിട്ടേക്കുന്ന പോലെ ചേച്ചിയുടെ പിന്നിലും ആളുണ്ടെന്ന് കൂട്ടിക്കോ. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചേച്ചി എന്താ ഇപ്പൊ വിളിച്ചത്? അത്യാവശ്യ കാര്യം വല്ലതാണോ? അതെ, അത്യാവശ്യ കാര്യമാണ്. അർജുന്റെ നിശ്ചയം മുടങ്ങിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോ അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിരിക്കുക. അവളെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇപ്പൊ അറിയുന്നു അവളെയും കാണുന്നില്ല എന്ന്. എന്തായാലും
അർജുൻ അവളുടെ കൂടെ കാണില്ല. അങ്ങനത്തെ ബുദ്ധിമോശമൊന്നും അവൻ ചെയ്യില്ല. എന്നെ വിഷമിപ്പിക്കാനൊക്കെ അവന് വലിയ സങ്കടമാ. നീയോ നിന്റെ ആളുകളോ ചേർന്ന് ഈ സിറ്റി മുഴുവനും ഒന്ന് തപ്പ്. അവനെ കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്ക്. അതുപോലെ അവളെയോ ഒന്ന് നോക്ക്. ഒരുമിച്ചുണ്ടെങ്കിൽ അർജുനെ മാത്രം ഇവിടെ എത്തിച്ചാ മതി. അപ്പോ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി ചേച്ചി. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അർജുനെ കണ്ടുപിടിച്ച് വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ചേച്ചി ധൈര്യമായിട്ടിരിക്കെ. ശരി. ആ മോളെ. അച്ഛാ, ഞാനൊരു വിവരം പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്താ മോളെ? ഇവിടുന്ന് പോയ ശേഷം തുമ്പിച്ചേച്ചി കാണാനില്ലെന്ന്. എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല. വിളിച്ചിട്ടാണെ എടുക്കുന്നുമില്ല. ഞാനും അമ്മയും ആകെ ടെൻഷനില്ല. ഓ, അവളെവിടെ പോകാനാ? ഇത്രയൊക്കെ വരുത്തി വെച്ചത് അവള് തന്നെയല്ലേ? അപ്പോ അതിന്റെ ഫലവും അവള് തന്നെ അനുഭവിക്കട്ടെ. പേടിക്കണ്ട, അവളെങ്ങും പോയില്ല. ഇപ്പൊ ഉണ്ടായി നാണക്കേടോർത്ത് അവളായിട്ട് തന്നെ എങ്ങോട്ടേലും മാറി നിൽക്കുന്നതാവും. സമയമാകുമ്പോ അവള് വന്നോളൂ. മോളെ, ഞാൻ വിളിക്കാം.